ഡ്രൈ സ്കിൻ പീപ്പിൾസിന് ഏത് മേക്കപ്പാണ് ചെയ്യണമെന്നാണ് ഇന്ന് പറയണത്. ഹേ ബ്യൂട്ടീസ്, വെൽക്കം ടു ടോക്ക് വിത്ത് ആൻഷ്. ദിസ് ഈസ് അൻഷാസീസ്. ഇത് ബ്രൈറ്റ് ഷംനക്ക് മെഹന്തി ലുക്കിലേക്കുള്ള ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് കേട്ടോ. അതിന് മുമ്പേ കുറച്ച് പേരെങ്കിലും എനിക്ക് DM ചെയ്തിട്ടുണ്ടായിരുന്നു, ഏത് ലെൻസാണ് ഗസ് ലുക്കിനൊക്കെ ചെയ്യാൻ പറ്റിയത്, അല്ലെങ്കിൽ ഇന്ത്യൻ സ്കിന്നിന് മാച്ച് ആവുന്ന ലെൻസ് കളർ ഏതാ, ബ്രാൻഡ് ഏതാ, അഫോർഡബിൾ ഏതാന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഷംനാക്ക് മെഹന്തി ലുക്കിലേക്ക് ബൺ സ്റ്റൈലാണ് ആൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഹെയർ സ്റ്റൈൽ ആക്ച്വലി നമ്മൾ പ്രപ്പിങ് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആവുള്ളൂ. അങ്ങനെ നമ്മൾ പ്രപ്പിങ് കഴിഞ്ഞപ്പോൾ ഒരു ഓപ്പൺ ഹെയർ സ്റ്റൈലിലേക്കാണ് പോയത് കേട്ടോ. ഒരു സോഫ്റ്റ് കേൾസ്, എക്സ്റ്റൻഷൻ ഒന്നും വെക്കാതെ. ഇനി ഷംനയുടെ സെക്കൻഡ് ലുക്ക് ഒരു ഹിജാബി ലുക്കാണ്. അത് കുറച്ച് ഹെവിയാണ്. ഐ മേക്കപ്പ് ഒക്കെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ലെൻസൊക്കെ നമ്മളൊരു വെറൈറ്റി കളറിലേക്കാണ് പോയത്. ഇനി ഡ്രൈ സ്കിൻ പീപ്പിളിലുള്ള മേക്കപ്പിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഗ്ലാസ് സ്കിൻ മേക്കപ്പ്, ഗ്ലോ മേക്കപ്പ്, ഹൈഡ്രേറ്റിംഗ് മേക്കപ്പ് ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. കാരണം അല്ലാത്ത സ്കിൻ ടൈപ്പിനൊക്കെ പൗഡർ ചെയ്യാണ്ട് നമുക്ക് മേക്കപ്പ് ചെയ്യാൻ പറ്റില്ല. കാരണം മേക്കപ്പ് ഒലിച്ചു പോകും. നിങ്ങൾക്ക് അത്രയും പൗഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കുറച്ച് ഭയങ്കര ഗ്ലോ ആയിട്ട് നാച്ചുറലായിട്ടിരിക്കണം ഏറ്റവും ഭംഗി. അപ്പോൾ മേക്കപ്പ് ഇഷ്ടപ്പെട്ടാൽ മസ്റ്റായിട്ട് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്ക്രീനിൽ നമ്മുടെ പേജ് കാണിച്ചിട്ടുണ്ട്. നമ്മൾ ആൻഷ് മേക്ക് ഓവേഴ്സാണ്. മസ്റ്റായിട്ടൊന്ന് ഫോളോ ചെയ്യുക. അതുപോലെ വർക്ക് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.